വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ പഴയകാല പ്രണയിതാക്കൾക്കിടയിലുണ്ടായ ബന്ധം രണ്ട് കുടുംബങ്ങളുടെ തകർച്ചയിലേക്കും ഒടുവിൽ ദാരുണമായ മരണത്തിലേക്കും നയിച്ച സംഭവമാണ് കണ്ണൂരിലെ സുദർശന പ്രസാദിന്റെയും അനിലയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. സ്കൂൾ പഠനകാലത്ത് പ്രണയിതാക്കളായിരുന്ന ഇവർ അനില ഉപരിപഠനത്തിനായി പയ്യന്നൂരിലേക്ക് പോയതോടെയാണ് വേർപിരിഞ്ഞത്. കാലക്രമേണ ഇരുവരും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. 2023 നടന്ന സ്കൂൾ റീയൂണിയനാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത്. അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടിയ ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറുകയും സൗഹൃദം പുതുക്കുകയും ചെയ്തു. ഇതിനിടയിൽ അനിലയും കുടുംബവും സുദർശന പ്രസാദിന്റെ വീടിനടുത്തുള്ള കോയിപ്രയിലേക്ക് താമസം മാറിയത് ഇവർ തമ്മിലുള്ള അടുപ്പത്തിന് അകലം കുറച്ചു. പഴയ സൗഹൃദം വീണ്ടും പ്രണയമായി വളർന്നതോടെ ബന്ധം നാട്ടിൽ പരന്നു. അനിലയുടെ ഭർത്താവും സഹോദരനും ചേർന്ന് സുദർശന പ്രസാദിനെ വിലക്കുകയും താക്കീത് നൽകുകയും ചെയ്തു. വിവരമറിഞ്ഞതോടെ സുദർശന പ്രസാദിന്റെ ഭാര്യ കുട്ടികളുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം തകർന്നു. 2024 മെയ് 4 ശനിയാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം. രാവിലെ ജോലിക്കെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ അനില സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. കുട്ടികൾക്ക് സുഖമില്ലാത്തതിനാൽ അവധി വേണമെന്ന് തൊഴിലുടമയെ അറിയിച്ച ശേഷം അനില സുദർശന പ്രസാദിനൊപ്പം പോയി. വൈകുന്നേരമായിട്ടും അനില തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഭർത്താവും സഹോദരനും പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെ പിറ്റേന്ന് പുലർച്ചെ സുദർശന പ്രസാദിനെ വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുദർശന പ്രസാദിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആന്നൂരിലെ ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് ഇവർ ബൈക്കിൽ പോകുന്നത് കണ്ടെന്ന നാട്ടുകാരന്റെ മൊഴി നിർണായകമാവുകയായിരുന്നു. പോലീസ് ആ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ അതിക്രൂരമായി അനിലയുടെ മൃതദേഹം കണ്ടെത്തി. മുഖം വികൃതമാക്കിയും ശരീരം മുഴുവൻ മർദ്ദനമേറ്റ നിലയിലുമായിരുന്നു മൃതദേഹം. അനിലയുടെ ബാഗിൽ നിന്ന് വസ്ത്രങ്ങൾ കണ്ടെടുത്തു. ഇതിലൂടെ ഇരുവരും ഒളിച്ചോടാൻ തീരുമാനിച്ചിരുന്നു എന്ന നിരീക്ഷണത്തിലാണ് പോലീസ് എത്തിയത്. എന്നാൽ ഉച്ചയ്ക്ക് മക്കളെ ഫോണിൽ വിളിച്ച ശേഷം അനിലയ്ക്ക് വന്ന മനംമാറ്റമായിരിക്കാം ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മക്കളെ ഓർത്ത് അനില പിന്മാറാൻ ശ്രമിച്ചതാവാം പ്രകോപനത്തിന് കാരണമായത്. അനില പിന്മാറിയാൽ തന്റെ ജീവിതം പൂർണ്ണമായും തകരുമെന്ന ചിന്തയിൽ കുപിതനായ സുദർശന പ്രസാദ് അനിലയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. റീയൂണിയനുകൾ എങ്ങനെയാണ് ചിലപ്പോഴെങ്കിലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമായി ഈ സംഭവം അവശേഷിക്കുകയാണ്.